ആദ്യം ഇതാ നല്ല ഉറക്കമാണ് കേട്ടോ. ഇനി എണീപ്പിക്കാതിരുന്നിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ സമയമൊക്കെ ലേറ്റാവും. അപ്പോൾ ഒരു 7:30 ആയപ്പോൾ ഞാൻ പോയിട്ട് ആര്യനെ വിളിക്കണം എണീക്കാൻ പറഞ്ഞിട്ട്. അവൻ്റെ സ്കൂളിൽ നിന്ന് സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ ഇന്നലെ തന്നെ പോവാൻ നല്ല താല്പര്യത്തോട് കൂടിയിട്ടാണ് കിടന്നുറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അമ്മ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി കിടക്കാൻ നോക്കി. പിന്നെ ഞാൻ പറഞ്ഞു സ്പോർട്സ് ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ അവൻ വേഗം എണീറ്റു കേട്ടോ കിടക്കുന്നത്. സീമോൾ അതാ നല്ല ഉറക്കമാണ് അടുത്ത് കിടന്നിട്ട്. പിന്നെ അതാ ഞാൻ രാവിലത്തെ എൻ്റെ പണി ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദോശ അടുപ്പത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വേഗം അത് വന്നിട്ട് എടുത്ത് മാറ്റി. ഇന്നിപ്പോൾ പാത്രങ്ങളാണെങ്കിലും അങ്ങനെ കഴുകാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ കഴുകുന്ന കാരണം തന്നെ പെട്ടെന്ന് എല്ലാം കഴിഞ്ഞിരുന്നു. കൂടി കിടക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അടുപ്പ് കത്തിക്കുന്ന കാരണം ആ ഭാഗത്ത് എപ്പോഴും ഇങ്ങനെ പൊടി വീണുകൊണ്ടിരിക്കും കേട്ടോ. വിറക് അവിടെ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെക്കുന്ന കാരണം. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ പൊടിയാവുമ്പോൾ തന്നെ ഞാനത് കോരിയെടുക്കും. ഇല്ലെങ്കിൽ ഞാൻ തന്നെ അത് അകത്തേക്ക് ചവിട്ടി കയറ്റില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ അവിടെ ക്ലീൻ ചെയ്യും കേട്ടോ. പിന്നെ 2 ഗ്ലാസ് ചായയൊക്കെ വെച്ചു. ചായ വെച്ചില്ല വെച്ചെങ്കിൽ ആർക്കും ആവശ്യമില്ല. പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ അതാ ചായയൊക്കെ വെച്ചിട്ട് ഞാൻ മക്കൾക്കുള്ളത് കുറച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. എൻ്റെ ചായ ഞാൻ അവിടെ അടച്ചു വയ്ക്കുകയും ചെയ്യും. ആരും വരുമ്പോഴേക്കും ഞാൻ കഴിക്കാനുള്ളതൊക്കെ മേശമേലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ട് അത് എടുത്ത് കഴിച്ചോളും. ഞാനങ്ങനെ എടുത്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ തന്നെ അത് എടുത്ത് കഴിച്ചോളും. പിന്നെ എന്താ ചോറായപ്പോൾ ഞാൻ അടുപ്പത്തുനിന്ന് ചോറൊക്കെ മാറ്റി പിന്നെ അത് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് വേഗം അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടു. എനിക്കിങ്ങനെ അടുക്കളയൊന്നും ഇങ്ങനെ മെസ്സായി കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കി ഇടാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും എന്ത് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിലും ഞാനത് അപ്പം തന്നെ ക്ലീൻ ചെയ്തിടാൻ എപ്പോഴും ശ്രദ്ധിക്കും കേട്ടോ. പിന്നെ അത് ആര്യന് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സൊക്കെ ആക്കി വെച്ചു. അവന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഉണക്കമുളകല്ല മുളക് വറുത്തത് വേണമെന്ന്. അപ്പോൾ അതൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ആര്യം പോകുമ്പോൾ സിയയ്ക്ക് തീരെ ഇഷ്ടമല്ല. സിയ കറക്റ്റ് ആ ടൈമിൽ തന്നെ മിക്കവാറും ദിവസം എന്നും എണീറ്റ് വരും. എന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് അല്ലെങ്കിൽ മുഖം വീർപ്പിച്ചിട്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് ആര്യനെ വീണ്ടും അവൾ വിളിച്ചു വരുത്തിയിട്ട് കണ്ണാടയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് ആര്യനോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ചില സമയത്താണെന്നുവെച്ചെങ്കിലും ആര്യനെ കാണുമ്പോൾ തന്നെ അവൾക്ക് വല്ല പ്രാന്തളകിയ പോലെയാണ്. അപ്പോൾ അവളിങ്ങനെ നല്ല ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും അവനെ. അടിക്കും കടിക്കുകയൊക്കെ ചെയ്യും. അടുത്തേക്കും കൂടെ വരാൻ സമ്മതിക്കില്ല. അപ്പോൾ അത് രാവിലെ അവൻ പോണ സമയത്ത് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ആര്യനെയൊക്കെ പറഞ്ഞയച്ചിട്ട് ഞാനും സീമോളും പോയി കുളിച്ചു വന്നിട്ട് ഞങ്ങളിരുന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ സീമോൾക്ക് TV കാർട്ടൂണൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് ഇരിക്കുന്നത്.